ഹായ് സ്റ്റുഡൻസ്, കോംപ്ലക്സ് അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോഷീസ് തിയറം ആൻഡ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. കോഷീസ് തിയറം, അതിനെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം എന്നും അറിയപ്പെടുന്നു, കോഷി ഗൂസാക് തിയറം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം ഉണ്ട്, കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല ഉണ്ട്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇനി കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ ഒരു ജനറലൈസേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. കോഷീസ് ഇൻ്റഗ്രൽ തിയറവും കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല വ്യത്യാസം എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി, then for any closed path c in d, integral over c f of z dz equal to 0. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഫംഗ്ഷൻ എഫ് അനലറ്റിക് ആയിരിക്കണം, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആയിരിക്കണം, ക്ലോസ്ഡ് പാത്ത് സി ആയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിനകത്ത് ഒരു അനലറ്റിക് ഫംഗ്ഷനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഒരു ക്ലോസ്ഡ് പാത്തിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആൻസർ 0 ആണ്. ഒരു അനലറ്റിക് ഫംഗ്ഷൻ എവിടാണ്? സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിലെ ഒരു അനലറ്റിക് ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് പാത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഉത്തരം 0 ആണ്. അതാണ് കോഷീസ് ഇന്റഗ്രൽ തിയറം. ഇനി കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്താന്ന് നോക്കിയേ. ലെറ്റ് എഫ് ബി അനലറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡി. ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഫംഗ്ഷൻ എഫ് അനലറ്റിക് ആണ്, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്. ഇനി നോക്കിക്കേ. Then for any point z0 in D and any simple closed path C in D that encloses z0. അപ്പൊ മുമ്പേ പറഞ്ഞതിലൂട്ട് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ ഒരു ഫംഗ്ഷൻ അനലറ്റിക് ആണ്. ഇനി പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഒരു പോയിന്റ് z, അതായത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിലെ ഒരു പോയിന്റ് z0. ഇനി z0നെ എൻക്ലോസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സി. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണെങ്കിൽ ഡയറക്റ്റ് 0 എന്ന് പറയും, കാരണം എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് ആണല്ലോ. പക്ഷെ നോക്കിക്കേ, എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് അത് അനലിറ്റിക് ആയിരിക്കുമോ? കാരണം എൻ്റെ ഡൊമൈനിലെ ഒരു പോയിന്റ് ആണ് ഇസഡ് നോട്ട്. എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് എന്തുവാ? ഇസഡിന് ഇസഡ് നോട്ട് ആകുമ്പോൾ എന്തുവാ? ഇസഡ് നോട്ട് മൈനസ് ഡിനോമിനേറ്റർ 0. അവിടെ ഒരു പ്രശ്നം വരും. അപ്പൊ നോക്കിക്കേ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എഫ് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണ്. ആ ഡൊമൈനിലെ ഒരു പോയിന്റ് ഇസഡ് നോട്ടും ആ ഇസഡ് നോട്ടിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്ത് സിയും തന്നാൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ് എന്ന് പറയുന്നത് 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട് ആയിരിക്കും. കാര്യം മനസ്സിലായോ? ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഡിയിലുള്ള ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ് എഫ്. ആ ഡൊമൈനിലെ ഒരു പോയിന്റ് ഇസഡ് നോട്ട്, ആ ഇസഡ് നോട്ടിനെ എൻക്ലോസ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്താണ് സി. അങ്ങനാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഡി ഇസഡ് ഈക്വൽ 2πi ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയാം. ഇനി ഇസഡ് നോട്ട് ഈ ക്ലോസ്ഡ് പാത്ത് സിക്ക് വെളിയിലാണെങ്കിൽ എന്താ പറയാ? ഇസഡ് നോട്ട് എൻ്റെ ഈ ക്ലോസ്ഡ് പാത്ത് സി എന്ന് പറഞ്ഞ ക്ലോസ്ഡ് പാത്തിന് വെളിയിലാണെങ്കിൽ ഈ ക്ലോസ്ഡ് പാത്തിനകത്ത് എന്തുവാ? മൊത്തത്തിൽ അനലിറ്റിക് ആയിരിക്കുമല്ലോ, എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. കാരണം ഇസഡ് നോട്ട് വരത്തില്ല, അത് വെളിയിലാണ്. അപ്പോൾ അനലിറ്റിക് അല്ലേ, അപ്പം മൊത്തത്തിൽ 0 എന്ന് അവിടെ പറയാം. എന്നാൽ ഇസഡ് നോട്ട് ആ സിക്ക് അകത്താണെങ്കിൽ 2π ഇൻറ്റു എഫ് ഓഫ് ഇസഡ് നോട്ട് എന്ന് പറയും. ഇതിൻ്റെ ഒരു ജനറലൈസേഷൻ ആണിത്. ഇന്റഗ്രൽ ഓവർ സി കണ്ടോ, എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റേസ് ടു n+1. ഇവിടെ പവർ n+1 വന്നു കഴിഞ്ഞാൽ ഉത്തരം കണ്ട് 2πi ബൈ n ഫാക്ടോറിയൽ എഫ് എന്ത് ഡെറിവേറ്റീവ് അറ്റ് ഇസഡ് നോട്ട്. എന്നിന് 1 കൊടുത്താൽ ഇത് കിട്ടുമല്ലോ. നോക്കിക്കേ, എന്നിന് 1 കൊടുത്താൽ എന്നിന് 0 കൊടുത്താൽ തന്നെ കിട്ടും. എന്നിന് 0 കൊടുത്താൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും, കാരണം 0 ഫാക്ടോറിയൽ 1 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് പഠിക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. 3 പ്രോബ്ലംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇന്റഗ്രൽ ഓവർ സി ഇസഡ് സ്ക്വയർ ഡി ഇസഡ്. സി എന്ന് പറയുന്നത് മോഡ് ഇസഡ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കുക,
ഈ ഇൻ്റഗ്രലിനകത്തുള്ള ഈ ഫംഗ്ഷൻ ഇസഡ് സ്ക്വയർ ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതായത് പോളിനോമിയൽ ഇസഡ് സ്ക്വയർ ഇസഡ് ക്യൂബ് ഇതെല്ലാം അനലിറ്റിക് ആണ്. അപ്പോൾ തന്നേക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഇതെന്താ മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ എന്താ? മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഒറിജിൻ സെൻറ്റർ ആക്കിക്കൊണ്ട് 1 റേഡിയസ് വരയ്ക്കുന്ന സർക്കിൾ. അതൊരു ക്ലോസ്ഡ് പാത്ത് ആണല്ലോ. അപ്പം നമുക്ക് കോഷീസ് തിയറം വെച്ചിട്ട് തന്നെ പറയാം ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, ക്ലോസ്ഡ് കർവാണ്. അപ്പം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്തോ 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതാണ്. അപ്പം എൻ്റെ ഇത് നോക്കുക, മോഡ് ഇസഡ് ഈസിക്കൽ ടു 2. അപ്പം 2 റേഡിയസ് വരയ്ക്കുന്ന ഒരു സർക്കിളാണ്. ഇനി ഡിനോമിനേറ്ററുള്ള പോയിന്റ് എന്തോ z-1. 1 ഈ കർവിനകത്താണ്. അപ്പോൾ എന്തോ കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തോ 2πi ഇൻറ്റു എഫ് ഓഫ് 1. ഇനി എഫ് ഓഫ് 1 എന്തോ, എഫ് എന്താ ഇവിടെ ഇസഡ് സ്ക്വയർ. അപ്പം എഫ് ഓഫ് 1 എന്തോ 1 സ്ക്വയർ 1. അപ്പോൾ എന്തോ 2πi ഇൻറ്റു 1 ഉത്തരം 2πi എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മോഡ് ഇസഡ് ഈസിക്കൽ ടു ഹാഫ്. അപ്പോൾ ഹാഫ് റേഡിയസ് വരയ്ക്കുന്നത്. പക്ഷേ ഇവിടെ ഉള്ള പോയിന്റ് എന്ന് 1, അത് വെളിയിലാണ്. അപ്പം കർവിനകത്തല്ല. അപ്പോൾ എന്തോ ഈ മൊത്തത്തിൽ അനലിറ്റിക് ആണെന്ന് പറയാം. ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് കോഷീസ് ഇൻ്റഗ്രൽ തിയറം വെച്ചിട്ട് നമുക്ക് 0 എന്ന് പറയാം. കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ഇൻ്റഗ്രൽ ഓവർ സി cos h for z by z minus 4 the whole cube dz, where c is mod z equal to 6 counter clockwise and mod z minus 3 equal to 2 clockwise. നമുക്ക് ഡയറക്ഷൻ തന്നില്ലെങ്കിൽ അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്ന് ഓർക്കുക. ഇവിടെ നോക്കി, നമ്മൾ ആദ്യമേ ഇതനുസരിച്ച് ഫിഗർ വരയ്ക്കുകയാണ്. ഇപ്പം മോഡ് z ഈസിക്കൽ ടു 6 എന്ന് വെച്ചാൽ എന്തോ 6 റേഡിയസ് വരയ്ക്കുന്ന സർക്കിൾ. അടുത്ത എന്താ, മോഡ് z-3 ഈക്വൽ ടു 2. 3 സെൻറ്റർ ആക്കിക്കൊണ്ട് 3 ഇവിടെ ആയിരിക്കും 2 റേഡിയസ് വരയ്ക്കുന്ന സർക്കിൾ. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പം നമ്മുടെ റീജിയൻ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ സർക്കിളിന് വെളിയിലും ഈ വലിയ സർക്കിളിനകത്തുമുള്ള പോർഷനാണ് നമ്മുടെ ഡൊമൈൻ. കാര്യം മനസ്സിലായോ? ഈ കൊച്ചു സർക്കിളിന് വെളിയിലും വലിയ സർക്കിളിനകത്തുള്ള ഈ ഭാഗമാണ് നമ്മുടെ റീജിയൻ. ഇനി നമ്മൾ നോക്കാം, ഈ 4 എവിടെ വരും? ഡിനോമിനേറ്റർ 4 അല്ലേ വന്നേ, 4 എവിടെ വരും? ഇതെന്താ 3, 2 റേഡിയസ് ആകുമ്പോൾ ഇത് 5, ഇത് 1. അപ്പോൾ 4 ഇവിടെ അല്ലേ വരുന്നത്? 4 എന്ന് പറയുന്നത് എൻ്റെ റീജിയനകത്താണോ? അല്ല, എൻ്റെ റീജിയൻ എന്തോ ഈ സർക്കിളിന് വെളിയിലും ഈ സർക്കിളിനകത്തും. പക്ഷേ 4 എന്ന് പറയുന്നത് ഈ സർക്കിളിനകത്താണ്. അപ്പോൾ എൻ്റെ ഡൊമൈനകത്തല്ല 4. അപ്പോൾ എന്താ പറയാ, നമ്മൾ ഫിഗർ വരച്ചു. സിൻസ് 4 does not lie in the domain, cos h 4z by z minus 4 the whole cube എന്ന് വെച്ചാൽ മൊത്തത്തിൽ അനലിറ്റിക് ആകും. അപ്പം നമ്മുടെ കോഷീസ് ഇൻ്റഗ്രൽ തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ കോഷീസ് തിയറം വെച്ചിട്ട് എന്നാ പറയാം, ഉത്തരം 0 ആണെന്ന് പറയാം. കാര്യം മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യനോട് നോക്കിയേ, ഫൈൻഡ് ഇൻ്റഗ്രൽ ഓവർ സി e raised to z by z minus 1 the whole square z square plus 4 dz. c is a circle. mod z is equal to 3/2 counter clockwise. ഇതിന്റെ മീനിങ് എന്തോ 3/2 റേഡിയസ് വരയ്ക്കുന്ന സർക്കിൾ ആണ്. 3/2 എന്ന് വെച്ചാൽ 1.5. ഓക്കെ, ഇനി എൻ്റെ ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ എന്താ 1 2 പ്രാവശ്യം വരുന്നത്. ഇനി എന്താ z സ്ക്വയർ ഈക്വൽ ടു -4. അപ്പോൾ z എന്തോ +2i -2i. +2i ഇവിടെ വരും, -2i ഇവിടെ വരും. ഓക്കെ, അപ്പോൾ എൻ്റെ സർക്കിളിൻ്റെ അകത്ത് വരുന്ന ഏതാ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പുറത്താ വരും. അപ്പോൾ എൻ്റെ ഈ ക്വസ്റ്റ്യൻ എന്തോ ആവുമെന്നറിയോ, എനിക്ക് ഈ അനലിറ്റിക് അല്ലാത്തത് മാത്രമേ ഡിനോമിനേറ്റർ വരാവൂ. ഇത് ഓൾറെഡി അനലിറ്റിക് വെളിയിലായതുകൊണ്ട് ഇതിനെ എനിക്ക് ഇതിൻ്റെ കൂടെ മേളിൽ എഴുതാം. z സ്ക്വയർ e raised to z by z square plus 4 by z minus 1 the whole square dz. അപ്പോൾ എനിക്ക് ഇത് അനലിറ്റിക് ആണ്, ഇതൊരു ക്ലോസ്ഡ് കർവ് ആണ്. ഇവിടെ പവർ 2 വന്നു. അപ്പം ജനറൽ കേസ് അല്ലേ. അപ്പോൾ എന്താ പറയുക, എഫ് ഓഫ് ഇസഡ് ഇവിടെ എന്തുവാ e raised to z by z square plus 4 ആണ്. ഇവിടെ z നോട്ട് എന്താ 1 ആണ്.
അപ്പോൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഇവിടെ എന്താ റേസ് ടു 2 അല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ദ ഹോൾ സ്ക്വയർ ഡി ഇസഡ്. അപ്പോൾ എന്തോ 2πi ബൈ 1 ഫാക്ടോറിയൽ n+1 അല്ലേ? അപ്പം n 1 ആണ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഡാഷ് എന്നാ കിട്ടും? എഫ് ഡാഷ് ഓഫ് ഇസഡ് നമുക്ക് ചെയ്യും. എന്നിട്ട് എഫ് ഡാഷ് ഓഫ് 1 നമ്മൾ ചെയ്യുവാണെങ്കിൽ ആൻസർ 3e/25 എന്ന് കിട്ടും. അത് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? 2πi ഇൻറ്റു 3e/25. അതാണ് എൻ്റെ ആൻസർ. ഓക്കെ, ചെയ്യുന്ന കാര്യം മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനകത്ത് ഇത് 5/2 ആണെന്ന് വിചാരിക്കുക. മോഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 5/2. 5/2 ആണെങ്കിൽ എന്തോ 1 അകത്താണ്, ഈ 2i മൈനസ് 2i എന്തോ അകത്ത് വരും. അപ്പം എല്ലാവരും അകത്തല്ലേ? അപ്പം എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കേ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെന്താ വരും? ഇ റൈസ് ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതെന്താ? ഇസഡ് പ്ലസ് 2i ഇൻറ്റു ഇസഡ് മൈനസ് 2i ഡി ഇസഡ്. അപ്പം നമ്മൾ ഇതിനെ എന്തുവാ ചെയ്യുന്നതെന്നറിയോ? സ്പ്ലിറ്റ് ചെയ്ത് ഓരോരുത്തർക്ക് കൊടുക്കണം. അപ്പം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് ഇവിടെ 1 ബൈ ഈ സാധനം ഈക്വൽ ടു എ ബൈ ഇസഡ് മൈനസ് 1 പ്ലസ് ബി ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി ബൈ ഇസഡ് പ്ലസ് 2i പ്ലസ് ഡി ബൈ ഇസഡ് മൈനസ് 2i ഇങ്ങനെ എഴുതിയിട്ട് എയും ബിയും സിയും ഡിയും കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചിട്ട് ഓരോ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് അത് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതേപോലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾ ട്രൈ ചെയ്യണം.